ആകെ പഠിപ്പിക്കാൻ വേണ്ടി സാധിച്ചാൽ, അതിൽ നമ്മൾ വിജയിച്ചാൽ, ഇന്ത്യ രാജ്യത്തെ മുതലാളിമാർക്ക് വേണ്ടി നടത്തുന്ന പത്രപ്രസിദ്ധീകരണങ്ങൾ, മാധ്യമങ്ങൾ, അവരുടെ സ്വാധീനത്തിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയവാദികൾ അവർക്കെല്ലാം വീട്ടിലിരിക്കേണ്ടി വരും. അല്ല, എനിക്ക് മാസ്റ്റർ DA കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് മുട്ടായി കിട്ടിയില്ല എന്ന് പറഞ്ഞ മാതിരി ഇരിക്കുന്ന രാഷ്ട്രീയമാണ് നമുക്കുള്ളതെങ്കിൽ പിന്നെ അടകടിച്ചതിന് ശേഷം പിന്നെ കാര്യമില്ല. അത് തൊഴിലാളി വർഗമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സംഘടിത തൊഴിലാളി വർഗം, CITU, 30 ലക്ഷം ആളുകളും അവരുടെ കുടുംബങ്ങളും ഈ രാഷ്ട്രീയം മനസ്സിലാക്കിയാൽ നമ്മളെ എതിരാളിയെ തകർക്കാൻ നമുക്ക് കഴിയും. ഇന്നത്തെ ഈ സാഹചര്യം നമുക്ക് പട്ടിണിയില്ലാത്ത സൗഹാർദ്ദ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു കേരളത്തെ ഇടതുപാതയിൽ നിലനിർത്താൻ വേണ്ടി കഴിയും. എല്ലാ നിലവാരത്തിലും വർഗീയവാദികളും വിഘടനവാദികളും മുതലാളിത്ത വർഗത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നവരും പല വഴി ഉപയോഗിച്ച് കേരളത്തിലെ ഇടതുപക്ഷത്തെയും കേരളത്തെയും തകർക്കാനാണ് ശ്രമിക്കുന്നത് എന്ന സത്യം നല്ലപോലെ താഴേക്ക് പറയാൻ വേണ്ടി കഴിയും. എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി കഴിയും. വീട്ടിൽ പോയാൽ ആരോടും സംസാരിക്കാതിരിക്കലാണ് നല്ല അച്ഛൻ്റെ കടമ എന്ന് ഇനി കരുതേണ്ടതില്ല. അങ്ങനെ ഉണ്ടാവില്ലേ? ഭാര്യയോട് വർത്താൻ പറഞ്ഞു വെറുതെ മോശമാവേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. മക്കളോട് രാഷ്ട്രീയം പറഞ്ഞാൽ എന്തൊരു കുറവാണ് നമുക്കെന്ന് കണക്കാക്കുന്നവരുണ്ടാവും. അതൊക്കെ CIT-കാരാണ്ട് മാറ്റി കളയാം. മക്കളോടും ഭാര്യയോടും നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയം നമ്മുടെ സുഹൃത്തുക്കളോട്, സഖാക്കളോട്, മുഴുവൻ ആളുകളോടും പറയാൻ വേണ്ടി കഴിയണം. അങ്ങനെ 30 ലക്ഷം ആളുകൾ വായ തുറന്നാലുണ്ടല്ലോ, മറ്റവരൊക്കെ 2 ചെവിയിൽ എന്ത് വെക്കേണ്ടി വരും? കയ്യോ കണ്ടി വരും, അല്ലെങ്കിൽ പഞ്ഞിയോ കണ്ടി വരും. ആ പ്രതിരോധം തീർക്കാൻ CIT-ന് കഴിയണം, തൊഴിലാളി വർഗത്തിന് കഴിയണം. വർഗീയതയ്ക്കെതിരായി, മുതലാളിത്ത വർഗത്തിൻ്റെ ഈ തെറ്റായ നടപടിക്കെതിരായി, ഇടതുപക്ഷ വിരുദ്ധതയ്ക്കെതിരായി അതിശക്തമായി നിലയുറപ്പിക്കാൻ CIT പ്രസ്ഥാനത്തിന് സാധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനമാണ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. സഖാക്കളെ, ലാൽ സലാം.